അഭിനയിക്കണോ വേണ്ടയോ എന്നോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ വനിതയും അവരുടെ ഹസ്ബൻഡ് പാട്ടുകാരനുണ്ടല്ലോ, ഭാര്യ പേരെന്താ, വനിത നടി, അതന്നെ, കൃഷ്ണേന്ദ്രനും കൂടി അവരെന്തോ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു ഞങ്ങൾ അമ്മയെ കാണാനായിട്ട് ചെന്നൈയിൽ. അപ്പോൾ അമ്മ വന്നിരുന്നു, അവിടെ അമൃതാനന്ദമയി അമ്മ വന്നിരുന്നു. അപ്പോൾ എനിക്ക് ഇവരൊക്കെ ഈ വലിയ ആൾക്കാരെയൊക്കെ കാണണം എന്നുള്ളത് എനിക്ക് സിനിമാ നടനോ നടിയോ ഒക്കെ ഒരു കാലത്തും കാണണമെന്ന് എനിക്കിഷ്ടമല്ല. എനിക്കിതുപോലെ വലിയ വലിയ ആൾക്കാർ, കുറേ പത്രക്കാർ, കഥ എഴുതുന്നവർ, ഇവരാണ് എൻ്റെ സ്വപ്നത്തിൽ എനിക്ക് കാണണമെന്ന് ആശിച്ചിരുന്ന ആൾക്കാർ. ഈ കമലാദാസ്, ഇപ്പം മീര, KR മീര, ഇവരൊക്കെ എൻ്റെ സ്വപ്നത്തിലുള്ള ആൾക്കാരാണ്. പിന്നെ തകഴി ശിവശങ്കരൻ പിള്ള ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അമ്മയെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും വരാം എന്ന് പറഞ്ഞു പോയി. അവിടെ പോയപ്പോൾ തന്നെ അവരവിടത്തൊക്കെ ഒരുമാതിരി നല്ല ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ പോയപ്പോൾ തന്നെ എന്നെ കണ്ടപ്പോൾ എല്ലാവരും വരും എന്ന് പറഞ്ഞ് അകത്ത് കൊണ്ടുപോയി. അപ്പോൾ അമ്മ തനിച്ച് ഒരു റൂമിലായിരിക്കായിരുന്നു. കുറേ ഫോറിൻ സ്ത്രീകളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയിട്ടന്നെ വന്ന് ഇരിക്കുമെന്ന് പറഞ്ഞ് എന്നെ ഇരുത്തിയിട്ട് അവരോട് പറഞ്ഞ് ഇത് ആരാന്നറിയുമോ, ബിഗ് ആക്ട്രസ് ഷീല, മലയാളം ആക്ട്രസ് എന്നൊക്കെ അവൻ പറഞ്ഞു. എന്നിട്ട് അമ്മ എന്ന് പറഞ്ഞ് ഞാനൊന്ന് കെട്ടിപ്പിടിക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മ എന്നെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് കെട്ടിപ്പിടിച്ച് എൻ്റെ തോളത്ത് ഇങ്ങനെ കിടന്നു കുറേ നേരം. എനിക്കങ്ങ് കണ്ണൊക്കെ നിറഞ്ഞു, ഇത്രയും വലിയൊരാൾ എന്നെ കെട്ടിപ്പിടിക്കട്ടെയോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷം. എൻ്റെ സത്യത്തിൽ എൻ്റെ എപ്പോഴും കണ്ണ് നിറയുന്നു, എനിക്ക് കണ്ണ് നിറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഞാൻ കാണാൻ വന്നതേ, ഞാൻ നിർത്തി, അഭിനയമൊക്കെ നിർത്തി. എനിക്കെല്ലാം സിനിമയ്ക്ക് എന്തിനു വന്നോ അതെല്ലാം കിട്ടി. ഞാനൊരു ആശയ്ക്കൊന്നും സിനിമയ്ക്ക് വന്നതില്ല, പണത്തിന് വേണ്ടി. കുറേ ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, കാശ് വേണ്ടി, അതിനുവേണ്ടി വന്നത്. എല്ലാം ഐ ആം വെരി ഹാപ്പി, വെൽ സെറ്റിൽഡ്. എൻ്റെ മകന് ഒരു 5 തലമുറ 10 തലമുറയ്ക്കുള്ള കാശെല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് അഭിനയിക്കണമെന്നില്ല. പക്ഷേ ഇവരൊക്കെ വന്ന് വിളിക്കുമ്പോൾ എനിക്ക് മനസ്സിലാത്തൊരാശ എങ്ങനെ വരുന്നോ, അതിന് പോണോ വേണ്ടയോ എന്ന് ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു ഈ ഷീല എന്നുള്ള ജന്മം ഉണ്ടല്ലോ, അത് ഒരു ഭാര്യയായിട്ടോ അമ്മയായിട്ടുള്ളതല്ല, നിങ്ങളൊരു നടിയാണ്, മരണം വരയ്ക്ക് നിങ്ങൾ അഭിനയിക്കണം, ഇത് എഴുതി വെച്ചോളൂ എന്ന് എന്നോട് പറഞ്ഞു. ആ ഒരു വാക്കുണ്ടല്ലോ എനിക്കെന്തോ ഭയങ്കരമായി. ഉടനെ അത് കുറച്ച് നേരം കൂടെ സംസാരിച്ചിട്ട് ഞാൻ പുറത്ത് വന്നു. അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ തന്നെ സത്യനെ വിളിച്ച്, സത്യ ഞാൻ അഭിനയിക്കുന്നുണ്ട് കേട്ടോ, അത് മനസ്സിലാക്കരല്ലേ, ഓക്കെ എന്നാണ് ഡേറ്റ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതേമാതിരി ഇവരെയും വിളിച്ചു പറഞ്ഞു, ശ്യാം പ്രസാദിനെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഓക്കെ പറഞ്ഞു. അതാണ് സംഭവം. ഇപ്പം ഈ ശിലാം പറഞ്ഞതിനകത്ത് തന്നെ അന്നത്തെ സമയത്ത് ക്യാരവാനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ഇപ്പോൾ ഇന്നാണെങ്കിൽ പോലും ഇപ്പം നമ്മൾ ആ സമയത്ത് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ, ഇന്നാണെങ്കിൽ ക്യാരവാനുണ്ട്, കാര്യങ്ങളുണ്ട്, സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അന്നത്തെ സമയത്ത് അങ്ങനത്തെ ക്യാരവാൻ ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും, അല്ലെങ്കിൽ ആ സമയത്ത് അതൊക്കെ എങ്ങനെ? എനിക്ക് ദൈവം സഹായിച്ച് ടച്ച് വുഡാവട്ടെ, ഇത്രയും കാലം ഞാൻ അഭിനയിച്ചു ഒരു ആക്സിഡൻറ്റ് പോലും എൻ്റെ അഭിനയിക്കുന്ന സമയത്ത് വന്നിട്ടില്ല. ആദ്യത്തെ ഒരു ആക്സിഡൻറ്റ് വന്നത് ഈ അനുരാഗം പടത്തിൽ അഭിനയിക്കുമ്പോഴാണ്. ആദ്യത്തെ ചെറുതൊന്നല്ല, നിങ്ങൾ വിചാരിക്കും ചെറുതാണെന്ന്. അത് വേണമെന്നുണ്ട്. എന്നെ ഒരു ബൈക്കിൻ്റെ പുറകെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു സീനുണ്ട്. കുറച്ച് ദൂരേ ഉള്ളോ, ഇത്ര മൂവ്. അത് എന്തോ ബ്രേക്ക് പിടിച്ചില്ല, അത് തട്ടി ഇങ്ങനെ കിട്ടാൻ ഞാൻ അങ്ങനെ തെറിച്ച് താഴെ വീണ്. നല്ല കാലം ചെളിവെള്ളത്തിലാണ് വീണത് ഞാൻ, ചെളിവെള്ളത്തിൽ. അപ്പോൾ ഇവർ ലാസ്റ്റ് ഡേ ഷൂട്ടിംഗ് ആയതുകൊണ്ട് കേക്കൊക്കെ മേടിച്ച് റെഡി ആയിട്ട് വെക്കുകയായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഈ ഇത്രയും പേരും ഈ ഷൂട്ടിങ് ഇതിനു വേണ്ടി നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ഒന്നുമില്ല ഷൂട്ടിങ് പിന്നെ അടുത്ത ഷോട്ടൊന്നും നമ്മൾ എഴുന്നേറ്റ് അതിൻ്റെ മേലൊക്കെ ഇരുന്ന് ഞാൻ എടുത്തു. പിന്നെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് ഉടനെ ഇവർ ഷൂട്ടിങ്ങൊക്കെ നിർത്തി വെച്ച് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അവിടെ പോയപ്പോൾ അവർ നോക്കി, ഒന്നുമില്ല കേട്ടോ, ഒരു എക്സ്റേ എടുത്തു, ഒന്നുമില്ലെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ ഇന്ന് വീട്ടിൽ കയറുന്ന ഞാൻ എയർപോർട്ടിൽ നിന്ന് തന്നെ ഞാൻ മോനെ വിളിച്ച് പറഞ്ഞു, ജോർജ് എനിക്ക് വന്ന് ഭയങ്കര ബാക്ക് പെയിന്, ഞാനിങ്ങനെയൊക്കെ സംഭവിച്ചതൊക്കെ പറഞ്ഞു. അവൻ നേരെ എന്നെ വന്ന് വിളിച്ചുകൊണ്ട് നേരെ അപ്പോളോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ പോയി CT സ്കാൻ എടുത്തപ്പോഴാണ് അറിഞ്ഞത് ഈ ഇതുണ്ടല്ലോ ബാക്കിലുള്ള സ്പൈനൽ കാർഡിൽ ഒരു എല്ല് പോയി ഇങ്ങനെ കുത്തിയിരിക്കുക. ഈ എല്ല് പൊട്ടി ഇതിൻ്റെ അകത്ത് പോയി ഇരിക്കുക. 6 മണിക്കൂർ അപ്പം തന്നെ ഹോസ്പിറ്റൽ ഓപ്പറേഷൻ റൂമിൽ കൊണ്ടുപോയി 6 മണിക്കൂർ ഓപ്പറേഷൻ ചെയ്തു. അനുരാഗം തന്ന ഒരു അനുരാഗമാണ് കേട്ടോ എനിക്ക്. അത് കുറ്റം പറയല്ല, മറക്കാനൊക്കത്തില്ല.
സാധാരണ ഇത് കേൾക്കാറ് ജോഡിച്ചേട്ടനാണ് എല്ലാം. നമ്മളൊക്കെ പ്രതീക്ഷിച്ചില്ല. ഇവരാരും പ്രതീക്ഷിച്ചില്ല. മൂവ്മെന്റ് ഒരു ചെറിയ മൂവ്മെന്റ് എത്രയോ പടത്തില് ഭയങ്കര അതിന് മുന്നത്തേക്കൊക്കെ ഓക്കെ ആക്കി ഒരു പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ ആ മൂവ്മെന്റിൽ എന്തോ ഇതായി സ്ലിപ്പായി. ഞാൻ പിന്നെ ഡബിങ്ങിന് ചെന്നപ്പോ ഇങ്ങനെ കെട്ടിയിട്ടൊക്കെ വന്നിരുന്നത്. ഇപ്പം ഷീലാമ്മ ഇൻ്റർവ്യൂ ചെയ്യുന്ന ടൈമിലും അല്ലെ പല ആൾക്കാരും നമ്മുടെ അടുത്ത് ചോദിക്കാനും അറിയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും. അതായത് ഏറ്റവും കൂടുതൽ താര ജോഡികൾ എന്ന് പറയുന്നത് ഷീലാമ്മ നസീർ സാർ എന്ന് പറയുന്ന ഒരു കോംബോ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ആസ് ആൻ ആക്ടർ നസീർ സാറിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യവും ആസ് എ നടൻ ഇഷ്ടമുള്ളൊരു കാര്യം ആസ് എ നടനല്ലാതൊരു മനുഷ്യൻ എന്നുള്ള രീതിയിലും ഇഷ്ടമുള്ളൊരു കാര്യം ചോദിച്ചാൽ എന്തായിരിക്കും? ഇപ്പോൾ എല്ലാവരും പറയില്ലേ നിങ്ങൾ തമ്മിൽ എന്താ കെമിസ്ട്രി, നല്ല കെമിസ്ട്രി ആണല്ലോ. ഇപ്പോൾ ഡയറക്ടറും മറ്റേ അശ്വിനും തമ്മിൽ കെമിസ്ട്രി നല്ല കെമിസ്ട്രി മീൻസ് ഒരു എന്ത് വഴക്കുണ്ടാക്കിയാലും എന്ത് പറഞ്ഞാലും നമ്മളെ മനസ്സിലാക്കണം. നമ്മൾ പറയുന്നത് ഒരു ഷോട്ട് ഞങ്ങൾ എത്രയോ പടത്തിൽ അഭിനയിക്കും. ഞാൻ പറയും ഞാൻ അങ്ങോട്ട് പോയിട്ട് പിന്നെ നിങ്ങൾ അങ്ങനെ വന്നാൽ മതിയോ? അപ്പോൾ അല്ലല്ല കുട്ടി എപ്പോഴും കൊച്ചിന്ന് തന്നെ വിളിക്കണം. കൊച്ചി അങ്ങോട്ട് പോയിട്ട് അവിടെ പോയിട്ട് അങ്ങോട്ട് നിന്നാൽ മതി കേട്ടോ അങ്ങനെ. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു നീ കേട്ടു, നീ പറഞ്ഞ് ഞാൻ കേട്ടു എന്നല്ലോ ഒരിത് വരത്തില്ല. പിന്നെ അങ്ങേരെ എങ്ങനെയാ വെച്ചാൽ ഞാൻ എത്രയോ പടത്തിൽ അങ്ങേരുടെ പാട്ടൊക്കെ പാടി എത്രയോ ഒരു 500-600 പാട്ടുകൾ പാടി കാണും തോന്നുന്നു അങ്ങേര്. പക്ഷെ പാട്ട് പാടുമ്പോൾ യേശുദാസ് പാടുമ്പോൾ അതുപോലെ ഇരിക്കില്ല അങ്ങേര് പാടുന്നത് അല്ലേ? പാടുമ്പോൾ ഇവിടെയൊക്കെ തൊണ്ടയൊക്കെ ഇങ്ങനെ വന്ന് ഒരു മുഴയുണ്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനെ പാടും. പക്ഷെ ഇന്നേ വരയ്ക്ക് അങ്ങേര് വായി വിട്ട് പാടിയിട്ടില്ല. അവരുടെ ശബ്ദം ഞങ്ങളൊക്കെ പീശുശീല പടവ കൂടുതലാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പാട്ട് അറിയുന്നില്ലയോ കൂടെ ഞങ്ങളുടെ വായൊക്കെ നന്നായി അനക്കാൻ വേണ്ടി പാടും. പക്ഷെ അങ്ങേര് പാടി ഞങ്ങൾ ആരും ഒരു നടിയും കേട്ടിട്ടില്ല. ലിപ്പ് മാത്രമേ ഉണ്ടാവൂ. ലിപ്പ് മാത്രം, ഒരു ശബ്ദം പോലും വെളിയിലോട്ട് വരുന്നില്ല. പക്ഷെ അത് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് ഒരു വലിയൊരു അഭിനയല്ലേ. ശരിക്കും അത് പാടുന്ന പോലെ പുതിയ അറിവാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് കേൾക്കുന്നത്. ചന്ദ്രകയിൽ അലിയുന്നു ചന്ദ്രകയിൽ അലിയുന്നു ചന്ദ്രകാന്ത എന്നൊക്കെ പാടുന്നതായി പാടിയിട്ടേ ഇല്ല ഇവരിക്കും ഇല്ല. എത്ര പാട്ടുകളാ അതും കാതിൻ്റെ അകത്ത് ഇവിടെയൊക്കെ മുഖമൊക്കെ വെച്ചോണ്ടല്ലേ ഹീറോയിനായിട്ട് വരുമ്പോൾ. അത് ഇപ്പോഴല്ലേ ഒരങ്ങനെയൊന്നുമില്ല, എല്ലാം ഇപ്പം ഡാൻസാണ് വന്നെ പാട്ട്. ഇന്നലെ ഒരു ഷോയിൽ എന്താ ചെമ്മീനിൽ വരുന്ന പെണ്ണാളെ എന്ന് പറഞ്ഞപ്പോൾ കുറേ പെണ്ണുകൾ ഡാൻസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറയായിരുന്നേ ഇപ്പോൾ ഉള്ള ഇപ്പോൾ ഉള്ള ഡയറക്ടർമാർ ഈ പടം എടുത്തിരുന്നെങ്കിൽ ഈ പാട്ട് വാസ്തവത്തിൽ ആ പെണ്ണാളെ പാട്ടിലൊരു ഭയങ്കര ഡാൻസ് ഉണ്ടായതിനെ അല്ല ഇതൊരു വള്ളത്തിൻ്റെ അടുത്ത് ഇരുന്നിങ്ങനെ പാടുന്നതായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ചെമ്മീൻ്റെ പറഞ്ഞപ്പോൾ തന്നെ നമ്മളൊക്കെ എപ്പോഴും ഈ പടം കാണുമ്പോഴും ഷീലാമ്മയെ ഒന്ന് കാണുക അല്ലെ ഒരു ഇൻ്റർവ്യൂ എടുക്കുക എന്നൊക്കെ ഉള്ളൊരു മൈൻഡ് ഉണ്ട്. അത് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ആ ചെമ്മീൻ എന്ന മൂവി എന്ന് പറയുമ്പോൾ ഒരുപാട് ഓർമ്മകൾ നമുക്കും ഷീലാമ്മയ്ക്കും ഒക്കെ വരും. പക്ഷെ എങ്കിലും ഒരു ചില പെർട്ടിക്കുലർ ആയിട്ടുള്ള ചില കാര്യങ്ങളില്ലേ ഒരു ഓർമ്മ ഒരുപാട് ഓർമ്മകളുണ്ട്. ഒരുപാടുണ്ട്. അതെന്ന് വെച്ചാൽ കൊച്ചു മുതലാളി നമ്മൾ എന്തിനാ കണ്ടുമുട്ടിയത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ട്, അതും ഡേ ഫോർ നൈറ്റാണല്ലോ, അന്ന് നൈറ്റിൽ വർക്ക് ചെയ്യത്തില്ല. അത് കുറച്ച് എന്തോ ക്യാമറയിൽ എന്തോ ഒന്ന് മാറ്റി വയ്ക്കുക അത്രേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഞാൻ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നൈറ്റിൽ ആരും അറിയാതെ വന്ന് സംസാരിക്കുന്നതാണ്. കൊച്ചു മുതലാളി ഇങ്ങനെ ചെയ്തു അങ്ങനെ എന്തിനാ നമ്മൾ കണ്ടുമുട്ടിയതെന്നൊക്കെ പറയുമ്പോൾ കുറേ കാക്കകൾ കാന്ന് കരയും. നൈറ്റിൽ എവിടെയാ കാക്ക വരുമോ നൈറ്റിൽ? ഉടനെ ഡയറക്റ്റ് കട്ടും പറയും. ഞങ്ങളൊക്കെ കണ്ട് ഗ്ലിസറിനൊക്കെ ഒഴിച്ച് വെയിലത്തൊക്കെ നിൽക്കുന്നു, കാലിൽ ചെരുപ്പിടാൻ കറുത്തമ്മയ്ക്ക് ചെരുപ്പിടാനൊക്കെ ചെരുപ്പിടാതെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴാണ് കാക്കകളുടെ ബഹളം. ഉടനെ യൂണിറ്റുള്ളവരെല്ലാം കാക്ക കല്ലെടുത്തെറിയായതൊക്കെ ഇങ്ങനെ അത് മുഴുവനും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്താവും, പിന്നെ ഒരു ഓലപ്പടക്കം ഒരെണ്ണമുണ്ട്, അതെടുത്ത് പൊട്ടിക്കും. ഷോട്ടിന് മുമ്പ് ഷോട്ട് റെഡി എന്ന് പറഞ്ഞ് ഇത് എടുത്ത് കൊണ്ടുവരുമ്പോൾ ഓലപ്പടക്കം എടുത്ത് പൊട്ടിക്കുമ്പോൾ കാക്കകളെല്ലാം ഓടിപ്പോവും. ആ ഗ്യാപ്പിൽ വേണം കൊച്ചു മുതലാളി നിങ്ങളെന്നെ പോകുന്നൊക്കെ ആ സൗണ്ട് മാറുമ്പോഴേ പറഞ്ഞ് ആ ഷോട്ട് എടുത്ത്. അതെ, ഇപ്പോഴാണെങ്കിൽ അങ്ങനെ കാക്ക കരഞ്ഞാലും നിങ്ങൾക്ക് ഇവിടെ വന്ന് അതിനുള്ള നിങ്ങൾക്ക് മാറ്റാം. അന്ന് സിംഗായിരുന്നല്ലോ, അന്ന് റിയൽ അല്ലേ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്.